നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് കോൺഗ്രസിലേക്ക് തിരിച്ചുവരവ് നടത്തുന്നതോടെ കോൺഗ്രസ് തിരിച്ച് അധികാരത്തിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് എന്ന വിലയിരുത്തൽ സംജാതമായി കഴിഞ്ഞിരിക്കുന്നു. അമരീന്ദർ സിംഗ് അധികാരമോഹം കൊണ്ടാണ് തിരിച്ചു വരുന്നത് എന്ന് പല മീഡിയകളും പറയുന്നുണ്ട് എങ്കിൽ പോലും അദ്ദേഹം ശക്തമായ വാദഗതികൾ തള്ളുന്നു. മത്സരിക്കാനോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിലനിൽക്കാനോ ഒന്നും വേണ്ടിയല്ല, മറിച്ച് മാതൃപ്രസ്ഥാനത്തെ ഉപേക്ഷിക്കേണ്ടി വന്നതിൽ അതിയായ ദുഃഖമുണ്ട് എന്ന് തുടങ്ങി കൃത്യമായിട്ടുള്ള മാപ്പപേക്ഷ എന്ന രീതിയിലേക്ക് തന്നെയാണ് അമരീന്ദർ സിംഗിൻ്റെ തിരിച്ചുവരവ്. ഒരുപക്ഷെ പാർട്ടി അധ്യക്ഷനെ കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടുള്ള നീക്കമായിരിക്കും ഇനി അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവുക. നമുക്കറിയാം, ആം ആദ്മി പാർട്ടിയാണ് ഇപ്പോൾ നിലവിൽ ഭരിക്കുന്നതെങ്കിലും അടുത്ത തവണ, അതായത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് അധികാര തുടർച്ച ഉണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമാണ്. ഡൽഹിയിൽ അധികാരം നഷ്ടപ്പെട്ടതുപോലെ പഞ്ചാബിൽ ആം ആദ്മിയുടെ അധികാരം നഷ്ടപ്പെടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഡൽഹിയിൽ വാസ്തവത്തിൽ BJP-യുമായി ചേർന്നുകൊണ്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ് അവിടെ നടന്നതെന്ന് പലപ്പോഴായി പറയുന്നുണ്ട്. കാരണം ആം ആദ്മി പാർട്ടി പ്രചരണമൊന്നും ശക്തമായി നടത്തിയതുപോലുമില്ലായിരുന്നു. അതിന് പ്രധാനമായ കാരണം കെജ്രിവാളുമായി ബന്ധപ്പെട്ട് BJP കൃത്യമായി നടത്തിയ ഡീലാണ്. കെജ്രിവാളിനെ കുറ്റവിമുക്തനാക്കി വിടണമെങ്കിൽ BJP-യുടെ അധികാരം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കം, അതിന് ആം ആദ്മി വഴങ്ങുകയായിരുന്നു എന്ന് പരോക്ഷമായി തന്നെ വിമർശനമുണ്ട്. എന്തായിരുന്നാലും പഞ്ചാബിൽ BJP-യുടെ ഒരു കളിയും നടക്കില്ല എന്നുള്ളത് വാസ്തവമാണ്. രാഘവ് ചന്ദയെ BJP-യിലേക്ക് തിരികെ കയറ്റിയത് കൊണ്ട് BJP 4 വോട്ടും 2 സീറ്റും അധികം വാങ്ങും എന്ന് വിചാരിക്കുന്നവർക്ക് കണക്കൂട്ടലുകൾ തെറ്റി. ഇതിനോടകം തന്നെ നടന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലൊക്കെ പഞ്ചാബിലെ സമസ്ത മേഖലയിലും BJP വട്ടപൂജ്യമാകുന്ന ഒരു കാഴ്ചയാണ് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട കാര്യത്തിലും പഞ്ചാബിൽ വളരെ വ്യക്തമായൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതായത് പേപ്പർ ബാലറ്റ് സംവിധാനം മതി ഞങ്ങളുടെ വോട്ടവകാശം രേഖപ്പെടുത്താനെന്നാണ് പഞ്ചാബിലെ നിലവിലെ മുഖ്യമന്ത്രിയായ ഭാഗവന്ത് സിംഗ് മാനും പറയുന്നത്. അത് ഒരു വലിയ തിരിച്ചടിയായി BJP-ക്ക് ഭവിക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ആ കാര്യത്തിൽ മാത്രമാണ് കോൺഗ്രസ് ആം ആദ്മിയെ അനുകൂലിക്കുന്നത്. ആം ആദ്മിയുടെ എല്ലാ ചെയ്തികളെയും കോൺഗ്രസ് അശ്രദ്ധം നിരീക്ഷിച്ചു വരികയാണ്. മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് കെജ്രിവാളിനെ ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തി BJP വലിയ തോതിൽ പരിഞ്ഞു മുറുകാൻ ശ്രമിച്ചപ്പോഴൊക്കെ അന്നൊക്കെ സഹായവുമായി എത്തിയത്, തെരുവിലേക്ക് പ്രക്ഷോഭവുമായി ഇറങ്ങിയത് കോൺഗ്രസ് നേതൃത്വമാണ് എന്നുള്ളത് പലപ്പോഴും മറന്നുകൊണ്ടാണ് കോൺഗ്രസിനെ വീണ്ടും വീണ്ടും അള്ളുവയ്ക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ പഞ്ചാബിൽ 60 മുതൽ 75 സീറ്റ് വരെ നേടി അവിടെ ഭൂരിപക്ഷം നേടിയെടുക്കാനുള്ള കെൽപ്പ് കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. ലോക്സഭയിലെ മുന്നേറ്റം അതിനെ ചെറുതായി കണക്കാക്കാൻ കഴിയുകയും ഇല്ല.